ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റൊരു ട്രെൻഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഫ്രം ഹോം, വർക്ക് ആസ് എ സ്റ്റുഡൻസ് അല്ലെങ്കിൽ വർക്ക് ആസ് എ വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള റീൽസ്. ഇവർ കറക്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ലീഡ് ചെയ്യുന്നുണ്ടാവുക മറ്റൊരു തലത്തിലേക്കാണ്. അതായത് ഇവർ ലീഡ് ചെയ്യുന്നത് MLM പോലെ, അതായത് ഫോർ എവർ ലിവിങ് പ്രൊഡക്ട്സ് എന്നുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഹെർബാലൈഫ് പോലെയുള്ള പലതരത്തിലുള്ള MLM കമ്പനീസിലേക്കാണ് ഈ ഒരു റീലുകളൊക്കെ നമ്മളെ ലീഡ് ചെയ്യുക. ഈ ഹെർബാലൈഫ് പോലെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനൊക്കെ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. MLM അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഇവർ അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് എക്സാമ്പിൾ കോസ്മെറ്റിക് ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്ത് പ്രൊഡക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് വിൽക്കുക എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷേ സത്യത്തിൽ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിൽക്കലല്ല, ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ഞാൻ ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരാളെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുക, റെഫറൻസുമാർ റിക്രൂട്ട് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു ഇൻകത്തിൽ നിന്ന് കുറച്ച് പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. അത്തരത്തിലുള്ള ഒരു മെത്തേഡാണ് ഇവിടെ നടക്കുന്നത്. ഇത്തരത്തിലുള്ള കമ്പനികൾ സത്യത്തിൽ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള സാധനത്തിൻ്റെ 2 or 3 അധികം വില നൽകി ആ ഒരു സാധനത്തിന് വില ഇടും. ആ ഒരു സാധനം, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഒരു വില കൊടുക്കണം. ചീപ്പറായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് തന്നെ അതിന് അത്രയും ഹയർ പ്രൈസ് കൊടുക്കണം. അതായത് ഈ ഒരു നമ്മൾ ഡൗൺലൈനിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ബാക്കിയുള്ള മോളുകളിലുള്ള ആളുകൾക്ക് ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു കമ്മീഷൻ എത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വില ഇട്ട് കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ എത്തുള്ളൂ. അപ്പോൾ ആ ഒരു മെത്തേഡാണ് അവിടെ അവർ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു വില കാരണമാണ്, ഇതുകൊണ്ടൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്രയും വില വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഈ ഒരു ടീമിലൊക്കെ ഉള്ള അംഗങ്ങളെ കൊണ്ട് തന്നെയാണ് ഇവർ എന്താ പറയുക സ്റ്റോക്ക് വാങ്ങാനും അതുപോലെ തന്നെ മറ്റൊരാളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യാനൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ പലതരത്തിലുള്ള മീറ്റിങ്ങുകളാണ് നടക്കുക. അതായത് എങ്ങനെ ഒരാളെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിലൊക്കെയുള്ള മീറ്റിങ്ങുകളാണ് നടക്കുക. ലക്ഷറി കാറുകൾ, വിദേശ യാത്രകൾ, വലിയ വലിയ ജീവിതശൈലി എന്നിവ ഇവർ നമുക്ക് റീൽസിലൂടെ കാണിച്ചു തരും. പക്ഷേ ഇവെല്ലാം മുകളിലിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ ഈ ഒരു സാധനം എന്താ പറയുക പ്രോപ്പറായിട്ട് സെയിൽ ചെയ്യാൻ പറ്റാതെ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരാൾ അതിൽ കൊടുക്കാൻ പറ്റാത്തുള്ള രീതിയിൽ ഇവർ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇവർക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. ഇതിൽ ഇവരെ പണിയെടുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി കിട്ടുള്ളൂ പറയും. പക്ഷേ പണിയെടുക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പണി വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളെ നമ്മളെ വിശ്വാസത ഉള്ള ഒരാളുകളെ ആ വിശ്വാസത വെച്ച് മുതലെടുക്കുന്ന രീതിയിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യുക. അതാണ് ഇവിടെ സത്യത്തിൽ നടക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും പെട്ടുപോകുന്ന ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഹൗസ് വൈഫ്സ്, അതുപോലെ തന്നെ സ്റ്റുഡൻസ്, അങ്ങനത്തെ ഈ ഒരു ഫണ്ടിനായിട്ട് സ്ട്രഗിളിങ് ചെയ്യുന്ന പലരും ആണ് ഇതിൽ പെട്ടുപോകുന്നത്. അതായത് ആ ഒരു ഫ്രീ ടൈം എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്ത് അങ്ങനത്തെ റീലുകളാണ് ഇവർ പടച്ചു വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ ഇത് വിശ്വസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കമ്പനികളിൽ ചെന്നുപെടും. പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ആളുകളെ റിക്രൂട്ട് ചെയ്യണം. എന്ന് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു കൊടുത്ത എമൗണ്ട് നമുക്ക് അവിടെ മുതലാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കവിടെ എമൗണ്ട് നഷ്ടമാവുകയാണ് ചെയ്യുക. ഇത്തരത്തിലുള്ള പല കമ്പനികളും പൂട്ടിപ്പോവാറുണ്ട് കേട്ടോ. ഇതിൽ ഇങ്ങനെ പൂട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ചേർന്ന കുറച്ച് ആളുകളുണ്ടാവും. ഇവർക്കാണ് ഈ ഒരു മേജർ നഷ്ടം വരിക. ബാക്കിയുള്ളവർക്കൊന്നും വലിയ പ്രശ്നം വരില്ല. ഈ മുകളിലുള്ള ടോപ്പ് ടയറിലുള്ള ആളുകൾക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അവർ ഈ ഒരു റിക്രൂട്ട് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ ഒരു അംഗങ്ങൾ തന്നെ ചേരുമ്പോൾ തന്നെ അവർക്ക് അത്യാവശ്യം എമൗണ്ട് വന്നിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ ഒരു റിക്രൂട്ട്മെൻറ്റാണ്, മറ്റുള്ള മെമ്പേഴ്സിനെ ആഡ് ചെയ്യലാണ് ഇവരെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമെങ്കിലെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി നമ്മൾ റെഡ് ഫ്ലാഗ് ആയിട്ട് തന്നെ കാണണം. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ഈ ഒരു പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിലല്ല, മറിച്ച് ഈ ഒരു എന്താ പറയുക ഈ ഒരു ശ്രേണിയിലേക്ക് ഫണ്ട് എന്താ പറയുക ഫ്ലോ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതായത് ഇങ്ങനെ മറ്റുള്ള ആളുകൾ വരുമ്പോഴാണ് ഈ ഒരു മുകളിലുള്ള ആളുകൾക്ക് ഫണ്ട് കിട്ടുള്ളൂ. പിന്നെ മാർക്കറ്റിലുള്ള ഒരു സാധനം തന്നെ അതിൽ കൂടുതൽ വില കൊടുത്തുകൊണ്ട് നമ്മൾ വാങ്ങി അത് അവർ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതും നമ്മൾ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് കാണാവുന്ന ഒരു കാര്യമാണ്. ഇവരുടെ ഒരു വരുമാന റിപ്പോർട്ടുകളൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ. പിന്നെ ഒരാളെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ. അല്ലാതെ നമ്മൾ പറ്റിക്കരുത്. നമ്മളൊരു വിശ്വാസത വെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കാൻ പാടില്ല.
ഇത്തരത്തിലുള്ള കമ്പനികൾ നിലനിൽക്കുന്നത് തന്നെ ഈ ഒരു ഹയർ പ്രൈസ് കൊണ്ടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഹയർ റിക്രൂട്ട്മെൻറ്റും കൊണ്ടൊക്കെ തന്നെയാണ് കൂടുതൽ ആളുകളും ഇത്തരത്തിലുള്ള കൂടുതൽ കമ്പനികൾ മാർക്കറ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. അതല്ല ഇതിൽ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി അധികവും പൂട്ടിപ്പോകാറാണ് പതിവ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നതിന് മുന്നേ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ആഡംബര ജീവിതം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് സ്റ്റുഡൻസിന് അല്ലാന്നുണ്ടെങ്കിൽ ഹൗസ് വൈഫ്സിന് ഇതിനൊക്കെ ബെറ്റർ ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം അത്തരത്തിലുള്ള ജോബുകളിലേക്ക് പോകാനുള്ള. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ. പിന്നെ ഇത്തരത്തിലുള്ള MLM അനുഭവങ്ങൾ നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.